അവർ ഫാമിലി വെൽഫെയർ അസോസിയേഷൻ്റെ ഇഫ്താർ സംഗമവും ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സമുന്നത പദവിയിൽ നിയമിതനായ പ്രമുഖ വ്യവസായി ഡോക്ടർ പി ഗൾഫാർ മുഹമ്മദ് അലിക്ക് ആദരവ് നടന്നു. തൃപ്പയാർ ശാന്തി പാലസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ഒഫ്വ പ്രസിഡന്റ് ഹലീമ ബി സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആസ ഗ്രൂപ്പ് ചെയർമാൻ CP സാലിഹ്, ഒഫ്വ ജനറൽ സെക്രട്ടറി ഷെരീഫ് പാണ്ടികശാല, വലപ്പാട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് PM ഷെരീഫ് അലി, ഒഫ്വ മുൻ പ്രസിഡന്റ്മാരായ CA ഇസ്മായിൽ, ബാബു സിയാവുദ്ദീൻ, കുടുംബ സൗഹൃദം മാസിക ചീഫ് എഡിറ്റർ PA മുഹമ്മദ് നജീബ്, PA ഇബ്രാഹിം, MC സക്കീർ ഹുസൈൻ, മൂസിൻ പാണ്ടികശാല, VA ഫിറോസ്, തസ്നി കാസിം, ബേബി ബഷീർ എന്നിവർ സംസാരിച്ചു. ഒഫ്വ കുടുംബാംഗങ്ങളുടെ ഇഫ്താർ സംഗമവും നടന്നു. നമ്മളെപ്പോഴും നെറ്റ്വർക്കിനുള്ളിലായിരിക്കാനാണ്, നമ്മളെപ്പോഴും മനുഷ്യനായിരിക്കാനാണ്. ഇന്നിപ്പോൾ കവറേജ് നെറ്റ്വർക്കൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോണിൽ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ, നമുക്ക് കവറേജ് ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും, നമുക്ക് റീച്ച് ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിരിക്കും. അതുപോലെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ റീച്ചിനുള്ളിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കാനാണ് നമ്മുടെ മേൽ ഉള്ളിലൊരു സോഫ്റ്റ്വെയർ പോലെ ഉറച്ച ഒരു വിശ്വാസവും ആ വിശ്വാസത്തെ ബലപ്പെടുത്തിയെടുക്കുന്നതിന് കർമ്മങ്ങൾ കൊണ്ട് നമ്മളെ ചേർത്ത് വെച്ചത്. വെറുതെ ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ടൊരു കാര്യമില്ല, ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ടൊരു അർത്ഥവുമില്ല. നമുക്ക് വേണ്ടത് ആ ബാഹ്യമായ കർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മാനുരാഗത്തിൻ്റെ, ഒരു ആത്മാന്വേഷണത്തിൻ്റെ, ഒരു മോക്ഷദാഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യന്റെ ഭാവമാണ് സൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിയായ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വചനമുണ്ട്, വലിയ സൂഫിയായിരുന്നു. ജലാലുദ്ദീൻ റൂമി പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾക്ക് ഹൃദയത്തിന്റെ സംഗീതം കേൾക്കണോ? നിങ്ങൾ ബധിരനാവുക. നിങ്ങൾ ഹൃദയത്തിന്റെ സംഗീതം കേൾക്കണമെങ്കിൽ നിങ്ങൾ ബധിരനാവണം. ചുറ്റുപാടുകളുടെ ശബ്ദത്തിൽ നിങ്ങളെ മുറിച്ചു കളയണം.